إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനും നമ്മുടെ സ്രഷ്ടാവുമായ അള്ളാഹുവിനെ ആരാധിക്കുവാനും അവന്റെ സംജ്ഞകളെ, കൽപ്പനകളെ സ്വീകരിക്കുവാനും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ മുറുകെ പിടിക്കുവാനും എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം പരലോകത്ത് സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെല്ലാവർക്കും ഒരുപാട് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടാണ് കടന്നുപോയത്. അദ്ദേഹം നല്ലൊരു അധ്യാപകനായിരുന്നു. എല്ലാ വിഷയങ്ങളിലും പ്രവാചകൻ എന്ന നിലയിൽ അള്ളാഹു എല്ലാ സന്ദേശങ്ങളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കുക. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ പഠിപ്പിച്ചു തരുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഉത്തരവാദിത്തത്തെ പറ്റി പറയുന്നുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. തീർച്ചയായും സത്യവിശ്വാസികളിൽ അവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ നിയോഗിച്ചിരിക്കയാൽ അള്ളാഹു പറയുകയാണ്, യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അള്ളാഹു തങ്ങൾക്ക് വലിയ ദാക്ഷിണ്യമാണ് അതിലൂടെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവന്റെ ആയാത്തുകൾ അവർക്ക് അദ്ദേഹം ഓതിക്കൊടുക്കുകയും അവരെ സംസ്കരിച്ചെടുക്കുകയും അവർക്ക് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചു കൊടുത്തു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരാണ് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സഹാബാക്കളും തുടർന്നു വന്ന ആളുകൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികളാണ് നമ്മൾ.
അതുകൊണ്ട് തന്നെ ഒരു നല്ല ഉമ്മത്ത് അതിലൂടെ രൂപപ്പെടുകയാണ് ഉണ്ടായത്. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട വിഭാഗം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുണത്തിൽ ഇതിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ എല്ലാ ആശയങ്ങളെയും ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളെയും കൃത്യമായി പഠിപ്പിച്ചു തരുന്ന ഒരു സിസ്റ്റമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയോട് കൂടി ഉണ്ടായിരുന്നത്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും അതിനേക്കാളും ലക്ഷക്കണക്കിന് അള്ളാഹുവിന്റെ റസൂലിന്റെ വഹി മുഖേന പ്രവാചകൻ അള്ളാഹുവിന്റെ വഹി മുഖേന അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ചര്യകളൊക്കെയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ടും നമുക്ക് മാതൃകയായ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിത് പറയുന്നത് പ്രവാചകൻ പഠിപ്പിച്ച, കാണിച്ചു തന്ന, അനുവദിച്ചു തന്ന സംഗതികളെ ജീവിതത്തിലേക്ക് പകർത്താൻ, അത് ഉൾക്കൊള്ളാൻ, മറ്റാരെയും വകവെക്കാതെ അള്ളാന്റെ റസൂൽ അത് ചെയ്തിട്ടില്ലേ എന്ന് സാക്ഷ്യപ്പെടുത്താൻ, തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന പല വിഷയങ്ങളിലും പല ആളുകൾക്കും എന്നുള്ളതാണ്. പല അധ്യാപകരും ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ചവരായിരിക്കും. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ മേഖലകളിലും അല്ലാഹു അങ്ങനെയാണ് പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലാണ് പഠിപ്പിക്കുന്നത്. പ്രവാചകന്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. ആ വ്യക്തി വന്ന് പരുഷമായി അത് തിരിച്ചു ചോദിച്ച സന്ദർഭത്തിൽ, എന്താണ് നിങ്ങൾ എന്റെ കടം വീട്ടാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർക്ക് അത് ഇഷ്ടമായില്ല ആ ചോദ്യം. അദ്ദേഹത്തിനെതിരെ അനുചരന്മാർ തിരിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? ഇന്ന ലിസ്വാഹിബിൽ ഹഖ്ക മഖാല ثم قضاء افضل من سنتي وقال افضلكم احسنكم قضاء. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പഠിപ്പിച്ചു, കടം കിട്ടാനുള്ള വ്യക്തിക്ക് ചില അവകാശങ്ങളുണ്ട്. അദ്ദേഹത്തെ വിടുക, അദ്ദേഹത്തോട് കയർക്കരുത്, കടം തിരിച്ചു ചോദിക്കുമ്പോൾ കയർക്കരുത് എന്ന പാഠം അദ്ദേഹത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ മുഷിപ്പിക്കാത്ത അധ്യാപകരെയാണ് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടം. അതുപോലെ തന്നെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ വിഷയത്തിലും നമുക്ക് മുഷിപ്പുണ്ടാക്കുന്ന ഒരു നിയമം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെപ്പോലെ നിർത്താതെ തുരതുരാ സംസാരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം ശ്രോതാക്കൾക്ക് മുഴുവൻ ഗ്രാഹ്യമാകും വിധം സ്ഫുടവും വ്യക്തവുമായ വചനങ്ങളായിരുന്നു. ഉരുണ്ട് കളിച്ച് ഒരു അവ്യക്തത ഒരു കാര്യത്തിന്റെ വിശദീകരണത്തിൽ പ്രവാചകന്റെ അടുക്കൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഏത് വിഷയം നമുക്കറിയാലോ, ചില പണ്ഡിതന്മാർ ചില സംസാരങ്ങളിലൂടെ, ചില പ്രയോഗങ്ങളിലൂടെ ആളുകൾക്ക് അവ്യക്തതയുണ്ടാക്കുന്ന, എന്നാൽ ചില ആളുകളെ അത് ന്യായീകരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ അവ്യക്തതയോടുകൂടി സംസാരിക്കുക എന്ന പ്രകൃതം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഖൈസ് ബിൻ ഹാസിമിൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഒരാൾ പ്രവാചക സന്നിധിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നു. അന്നേരം അയാൾ വിറക്കാൻ തുടങ്ങി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ശാന്തമാകുക, ഞാനൊരു മലക്കല്ല, റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്നാണ് വിറക്കുന്നത്, ഞാനൊരു മലക്കല്ല, നിങ്ങൾ ശാന്തമായിക്കൊള്ളി, ഞാൻ ഉണക്കമാംസം കഴിക്കുന്ന ഒരു ഖുറൈശി സ്ത്രീയുടെ മകനാണ്. പ്രവാചകൻ പരിചയപ്പെടുത്തി. തന്റെ മുന്നിൽ ഭയന്ന് വിറക്കുന്ന വിദ്യാർത്ഥികളെ അവരുടെ ഭയാശങ്കകൾ ഇല്ലാതാക്കി അവർക്ക് ആത്മവിശ്വാസം നൽകാനാണ് ഏതൊരു നല്ല അധ്യാപകനും പരിശ്രമിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നത് ഏവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന തരത്തിലായിരുന്നു പ്രവാചകൻ ജീവിച്ചിരുന്നത്. ഒരാളും അദ്ദേഹത്തെ വെറുത്തിട്ടില്ല. സഹാബാക്കൾ പറയാണ്, ഞാൻ കരുതിയത്, ഓരോ സഹാബാക്കളും പറയാ, ഞാൻ കരുതിയത് അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം എന്നെയായിരിക്കുന്ന. അങ്ങനെയായിരുന്നു അത്രേ ഓരോ സഹാബാക്കളും വിചാരിച്ചിരുന്നത്. നമ്മുടെയൊക്കെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കണം. നമ്മുടെ ബന്ധം, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപഴകലിൽ ആളുകൾക്ക് തോന്നേണ്ടത് അദ്ദേഹത്തിന് ആ പള്ളിയിൽ അല്ലെങ്കിൽ ആ നാട്ടിൽ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ എന്നോടാണ് അടുപ്പം, എന്നോടാണ് ഇഷ്ടം എന്ന് എല്ലാവർക്കും തോന്നാവുന്ന തരത്തിലായിരിക്കണം നമ്മളൊക്കെയും ഉണ്ടാകേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണുകയാണ്. ഞാൻ ഇതൊക്കെ പറയുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, അള്ളാഹുവും റസൂലും ദീനിന്റെ നിയമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് സുവ്യക്തമാകുന്ന തരത്തിലാണ്. അതിന്റെ രാത്രി പകലിനേക്കാളും പ്രശോഭിതമാണ് എന്നാണ് പറഞ്ഞത്.
ഈ അടുത്ത കാലത്തായി നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരുപാട് വിഷയങ്ങളിൽ മുസ്ലിം സമൂഹം വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ ഒരേ ആശയത്തിൽ ഒരേ അഭിപ്രായത്തിലുള്ളവരാകണമെന്നില്ല എല്ലാ കാര്യത്തിലും. ചില കാര്യത്തിൽ നമ്മൾ യോജിക്കുന്നു, ചില കാര്യത്തിൽ ഭിന്നാഭിപ്രായം, ചില കാര്യത്തിൽ രണ്ടും എടുക്കാത്ത അവസ്ഥ, ചില കാര്യത്തിൽ രണ്ടും എടുക്കുന്ന അവസ്ഥ. ഇവിടെയൊക്കെയും മുസ്ലിങ്ങൾ എന്ന നിലക്ക്, മുഅ്മിനുകൾ എന്ന നിലക്ക് അല്ലാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതെന്തോ അത് വ്യക്തമായി കൃത്യമായ സോഴ്സിൽ നിന്നെടുത്ത് അതിന് മുൻഗണന നൽകി അതിനൊരാളുടെ വാക്കിനെയും വകവെക്കാതെ നമുക്ക് കൺഫ്യൂഷനുള്ള വിഷയത്തിൽ അല്ലാഹു എന്ത് പറഞ്ഞു, റസൂൽ എന്ത് നടപ്പാക്കി, പ്രവാചകൻ എന്ത് കാണിച്ചു തന്നോ, പ്രവാചകൻ എന്തായിരുന്നു ഇഷ്ടം, പ്രവാചകൻ എന്താണ് അദ്ദേഹത്തിന്റെ ഉപദേശത്തിലൂടെ കഴിഞ്ഞത്, പ്രവാചകന്റെ കാലത്ത് അത് നടന്നിരുന്നോ എന്നതൊക്കെയും നോക്കിയിട്ടാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ ഏതൊരു വിഷയത്തെയും അടുക്കേണ്ടതും ഏതൊരു വിഷയത്തെയും സ്വീകരിക്കേണ്ടതും. അവിടെയാണ് ഞാൻ ഓതി വെച്ച സൂറത്തു അൻഫാലിലെ ആയത്തിന്റെ പ്രസക്തി ഉണ്ടാകുന്നത്. യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു, അള്ളാഹുവിൽ വിശ്വസിച്ചവരെ അള്ളാഹുവിലും റസൂലിലും നിങ്ങൾ ഉത്തരം നൽകുവിൻ. നിങ്ങൾ ജീവിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുമ്പോൾ മനുഷ്യർ അവന്റെ ഹൃദയത്തിന്റെയും മനുഷ്യന്റെയും ഇടയിൽ അള്ളാഹു ഒരു മറയിടുമെന്ന് അവരറിഞ്ഞുകൊള്ളുവിൻ. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ ദീനിയായ ഒരു പാന്താവിലേക്ക് നമ്മൾ നടന്നകലുമ്പോൾ എല്ലാം സുവ്യക്തമായ രീതിയിൽ വളരെ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകും. നമ്മളെല്ലാം എടുക്കാം, എല്ലാം ഉൾക്കൊള്ളാം, എല്ലാവർക്കും വേണ്ടി നിലകൊള്ളാം എന്ന് വിചാരിക്കുമ്പോഴാണ് അവ്യക്തതകളുടെ ഒരു ലോകത്തേക്കും പ്രസ്താവനകളിലേക്കും ആദർശത്തിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണുപോകുന്നത്. ഇവിടെയൊക്കെ നമുക്കറിയാം, മുസ്ലിം സമുദായത്തിൽ എന്തൊരു വിഷയം തർക്കത്തിൽ വരുമ്പോഴും നമ്മളൊക്കെയും ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ എന്തു പറയുന്നു എന്നെടുത്താൽ. നമുക്ക് ഇഷ്ടമില്ലാത്തൊരാശയം, നമ്മൾ അംഗീകരിക്കാത്തൊരാശയം പേർന്നൊരവസ്ഥയല്ല വേണ്ടത്. നമ്മൾ പേറിയിരിക്കുന്ന ആശയം നമ്മൾ അംഗീകരിക്കുന്ന ആശയമാക്കി മാറ്റുന്നിടത്തേക്കാണ് നമ്മുടെ സൂക്ഷ്മത വരേണ്ടത്. സഹോദരങ്ങളെ, നമുക്കറിയാം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിലൊക്കെയും ചില കേസുകളിലൊക്കെ ഇങ്ങനെ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. അതിന്റെ വ്യക്തത എന്താണെന്ന് പലപ്പോഴും നമ്മൾ അന്വേഷിക്കുമ്പോൾ മൂടിക്കെട്ടിയ ചില ആശയങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. വ്യക്തതയുള്ള അഭിപ്രായമുള്ള ജീവനുള്ള തെളിവുകൾ ഉണ്ടായാൽ പോലും ചിലരൊക്കെയും ചില കാര്യങ്ങളിലേക്ക് അങ്ങനെ ചലിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി സ്ത്രീ ജുമാ ജമാഅത്ത്, സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് പല ആളുകൾ എന്താണ്, അത് കറക്റ്റാണ് എന്ന് പറയാൻ കഴിയാവുന്ന തരത്തിലുള്ള ആയത്തുകളും ഹദീസുകളും ഉണ്ടായിട്ടും അതിന്റെ വ്യക്തമായ തെളിവുകൾ ജീവനോടെ നിലനിന്നിട്ടും അത് പ്രാക്ടിക്കലി കൊണ്ടുവന്നതിന്റെ പേരിൽ ഒരു വിഷമതകളും അനുഭവിക്കാതെ അതിന്റെ സുഖസൗകര്യങ്ങളും അതിന്റെ സന്തോഷവും അതിന്റെ ആനന്ദവും അതുകൊണ്ടുണ്ടായ ഇഖ്ലാസും തഖ്വയും ഒക്കെയും അനുഭവിക്കുമ്പോഴും ചില ആളുകൾ എന്ത് ചെയ്യും, അത് പാടുണ്ടോ, നല്ലതാണോ, അല്ലേ, നല്ലതല്ലല്ലോ എന്നിടത്തേക്ക് ചിന്തിക്കാറുണ്ട്. ഇവിടെയാണ് സ്നേഹപൂർവ്വം ഞാൻ പറയുന്നത്, ഈ സ്ത്രീകളുടെ പള്ളി പ്രവേശത്തിന്റെ കാര്യത്തിൽ മാത്രമേ മുസ്ലിങ്ങൾക്ക് എന്തുള്ളൂ, വ്യത്യസ്ത അഭിപ്രായമുള്ളൂ. സ്ത്രീകളുടെ കല്യാണപ്പോക്കിൽ പ്രശ്നമില്ല, സ്ത്രീകളുടെ ടൂർ പോക്കിൽ പ്രശ്നമില്ല, അല്ലെ? നിങ്ങൾ ആലോചിക്കേ, സ്ത്രീകൾ ഉറൂസിൽ പങ്കെടുക്കുന്നതിൽ പ്രശ്നമില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല. സ്ത്രീകളുടെ പിന്നെന്താ പറയാ, വോട്ട് ചെയ്യാൻ പോയാൽ പ്രശ്നമില്ല, സ്ത്രീകളുടെ സ്ഥാനാർത്ഥിത്വവും കൗൺസിലിൽ അവരിയ്ക്കുന്നതും ആളുകൾക്ക് പ്രശ്നമില്ല. അവിടെ ഒന്നും ഇല്ലാത്തൊരു ഫിത്ന അള്ളാന്റെ പള്ളിയിൽ വരുന്നു എന്ന് ഭയപ്പെടുമ്പം എവിടെയോ ഒരു പ്രയാസം, ഒരു അട്ടിമറി നടന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യാണ്. ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കി, എല്ലായിടത്തും ആളുകൾ എത്തുന്നുണ്ട്. പൂരങ്ങളിൽ, ഈ മക്കാമുകളിലൊക്കെ നിങ്ങൾ നോക്ക്. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊക്കെയും പിന്നെ എന്താ പറയാ, മക്ബറകളിൽ പോയി അവിടെ കിടക്കുന്ന മഹാന്മാരെന്ന് പറയുന്ന ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാത്തവരുണ്ട്, അല്ലേ? ചിലപ്പോ ഒന്നോ രണ്ടോ ആളുകൾ അങ്ങനെ പോയിട്ടുള്ളവരുണ്ടാവും, അതോ പുറത്തു കൊടുക്കട്ടെ. അവരോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിലാണ്, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ആ മക്കാമുകളിൽ പോലും സ്ത്രീകളുടെ സാന്നിധ്യങ്ങൾ നോക്കി. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മക്കാമുകളിൽ പുരുഷന്മാരെക്കാളും സ്ത്രീകളാണ് അവിടെ വരുന്നത്. കുട്ടികളെ എടുത്തിട്ടും പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടൊക്കെ ഈ മക്കാമിൽ വന്നിട്ട് അവരുടെ സാന്നിധ്യം കൊണ്ട് പള്ളിയും പള്ളിയുടെ പരിസര പ്രദേശങ്ങളും എന്ത് ചെയ്യാണ്, ആകെ ഒരു മിക്സഡ് വേർഷനിലാണുള്ളത്. അവിടെ ഒന്നും വരാത്ത ഫിത്നയാണ് വുദൂ ചെയ്ത് അള്ളാന്റെ മുന്നിൽ സൊഫായി, അല്ലെ? എല്ലാ നേരവും അല്ല. അവിടെ എന്താ കൊണ്ടുവരുന്നൊരു വലിയ തട്ടിപ്പ് എന്താണെന്നറിയോ? കൊണ്ടുവരുന്ന വലിയൊരു അവ്യക്തത എന്താന്ന് വെച്ചാൽ, പുരുഷന്മാർ 5 നേരവും പള്ളിയിൽ പോകുന്നത് പോലെ സ്ത്രീകളും 5 നേരം പുരുഷന്മാരെ പോലെ തന്നെ പോകണമെന്ന് ആരോ വാദിക്കുന്നതായിട്ട് കൊണ്ടുവരികയാണ്.
അങ്ങനെയില്ല. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് അനുവദിച്ചു കൊടുക്കുന്നു എന്ന് മാത്രം. അവരെ പള്ളിയിലേക്ക് തടയരുത്. അവർക്ക് വീടാണ് ഉത്തമം. ആവർത്തിക്കുകയാണ്, അവർക്ക് വീടാണ് ഉത്തമം, അവർക്ക് വീടാണ് ഉത്തമം. നിങ്ങൾ നോക്കിയേ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, ഷുഗർ ഇല്ലാത്ത, പഞ്ചസാര ഇല്ലാത്ത ഭക്ഷണമാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ പഞ്ചസാര എന്നിട്ട് നമ്മൾ കൂട്ടുന്നില്ലേ? കൂട്ടാറുണ്ട് അല്ലേ? എന്നതുപോലെയെങ്കിലും മിനിമം നമ്മൾ ചിന്തിച്ചാൽ അവർക്ക് അനുവദിച്ചു കൊടുക്കുക. അവിടെ മാത്രം ഒരു തടസ്സമുണ്ടാക്കുകയും അവരങ്ങനെ വരുന്നതിന് വേണ്ടി അവിടെ ആ സൗകര്യങ്ങൾ വെക്കാതിരിക്കുകയും ചെയ്യുന്ന ഏറ്റവും മോശമായ പ്രവണതകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ചില പള്ളികളിൽ യാത്രക്കാരായ സ്ത്രീകൾക്ക് പിന്നെന്താ പറയാ, പ്രാർത്ഥിക്കാൻ, നമസ്കരിക്കാൻ സൗകര്യമുണ്ട് എന്ന് കാണാം. ചില പള്ളികളിൽ അതില്ല. കണ്ണൂർ വഴിക്ക് ഇങ്ങനെ ബാംഗ്ലൂരിലേക്ക് വരുന്ന റൂട്ടിൽ വരെ സ്ത്രീകൾക്ക് തീരെ നമസ്കരിക്കാൻ സൗകര്യമില്ലാത്ത പള്ളികളുണ്ട്. ഈ യാത്രക്കാരായ സ്ത്രീകൾക്ക് വരെ വന്നത് എപ്പോഴാ? ചില തെളിവുകൾ വല്ലാതെ അവരെ തലടക്കുമേലെ ഇങ്ങനെ തൂങ്ങിക്കിടന്നപ്പോഴാണ്. യാത്രക്കാരാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയുള്ള ഒരു സൗകര്യത്തിലേക്ക് നിസ്കരിക്കുന്ന ആള്, ആ പെണ്ണ് യാത്രക്കാരാണോ അല്ലേ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടോ? ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല പ്രിയപ്പെട്ടവരെ. അവിടെയാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള വിഷയത്തിൽ ഖുർആൻ എന്തു പറയുന്നു, ഹദീസുകൾ എന്തു പറയുന്നു, ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇതിലൊരു വാസ്തവം എന്തായാലും കിടക്കുന്നുണ്ട്. ഏതോ ഒന്നാണ് ശരിയെന്നത്, ഏതോ ഒന്നാണ് ശരി. അവിടേക്ക് നമ്മൾ എല്ലാവരും എത്തിച്ചേരുക എന്നത് ആരെയും ആക്ഷേപിക്കാനൊന്നും ഉള്ളതല്ലോ. ഒരു കാലികമായ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് പ്രാമാണികമായിട്ട് എവിടെ എത്തുന്നു എന്നത് കൃത്യമാക്കൽ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തം. അവിടേക്ക് മാത്രമേ ഈ വിഷയത്തെ നിങ്ങൾ കൊണ്ടുപോകേണ്ടതുള്ളൂ. സഹോദരങ്ങളെ, സ്ത്രീ ജമാഅത്തിന് പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ഇങ്ങനെ പങ്കെടുക്കണം എന്നൊരു ഗണ്യതമായ പരാമർശങ്ങൾ വന്നിട്ടില്ല. എന്നാൽ മുൻ സമുദായങ്ങളിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനായി സ്ത്രീകൾ പള്ളികളിൽ വന്നിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ സൂചനകൾ കാണാനും സാധിക്കും. യാ മറിയം ഖുനുതി റബ്ബികി വസ്ജുദി വർക്കഈ മഅറാകിഈൻ, വർക്കഈ മഅറാകിഈൻ, മഅറാകിഈൻ, ഞാൻ ആവർത്തിക്കാണ്, മഅറാകിഈൻ, റാക്കിഈങ്ങളുടെ കൂടെ, റുകൂ ചെയ്യുന്നവരുടെ കൂടെ. അപ്പൊ അതവിടെ വെച്ചോളി. അപ്പൊ പൊതുവെ എന്താ പറഞ്ഞത്, അന്ന് മറിയം ബീവി പള്ളിയുടെ ഓരത്തൊരു റൂം കെട്ടിക്കൊടുത്തതായിരുന്നു. ആ റൂമിലായിരുന്നു, പള്ളിയിലായിരുന്നില്ല. ഖുർആൻ പറയുന്നത് എന്താണെന്നറിയോ? മറിയമേ, നിന്റെ റബ്ബിനോട് നീ ഭക്തി കാണിക്കുക, നീ സുജൂദ് ചെയ്യുകയും ചെയ്യുക, റുകൂ ചെയ്യുന്നവരോടൊപ്പം നീ റുകൂ ചെയ്യുകയും ചെയ്യുക. അപ്പൊ ആരാണ് ഈ ഒപ്പം? അപ്പൊ ആരോടൊക്കെയോ ഒപ്പം റുകൂ ചെയ്യാനാണ് മഅറാകിഈൻ എന്ന് ഖുർആൻ പറയുന്നത്. അപ്പോ അവിടെ തെറ്റിദ്ധരിക്കുന്ന എന്താണ്? അവിടെ റൂം കെട്ടിക്കൊടുത്തതായിരുന്നു. ആ റൂമിൽ ഒറ്റക്ക് അല്ലെ, എത്ര മിനൽ മിഹ്റാബ്, മിഹ്റാബ് എന്ന് പറഞ്ഞിട്ട് മിഹ്റാബില് വന്ന് ഇറങ്ങിയതൊക്കെ ഖുർആൻ പറയുമ്പോൾ അവിടെ റൂമിലാണോ മിഹ്റാബ് ഉണ്ടാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കി, മിഹ്റാബ് എവിടെ ഉണ്ടാവുക? അപ്പൊ അവിടെ ആ ഒരു തെളിവിനെ അങ്ങനെ മുറിച്ചു മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സൂക്ഷ്മമായ ഒരു പശ്ചാത്തലം, ഉസ്താദേ, റാക്കിഈങ്ങളുടെ കൂടെ എന്തെന്നാ പറഞ്ഞത്? യാ മറിയം ഖുനുതി റബ്ബികി വസ്ജുദി വർക്കഈ, നിങ്ങൾ റുകൂ ചെയ്യിൻ, മഅറാകിഈൻ, റുകൂ ചെയ്യുന്നവരോടൊപ്പം റുകൂ ചെയ്യാൻ പറഞ്ഞു. അവിടെ നിന്നാണ് നമ്മൾ തെളിവുകൾ ഇങ്ങനെ തുടങ്ങുന്നത്. പള്ളികളിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂടെ നമസ്കരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നിർദ്ദേശിക്കുന്നത്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ടുവരികയാണ്. ഐ കൂനി മിൻഹും, അതായത് നീ അവരിൽ ഉൾപ്പെട്ടവളായി നിർവഹിക്കുക എന്നാണ് തഫ്സീർ ഇബ്നു കസീറിൽ അത് പറയുന്നത്. ഉമിർതു ബിസ്സലാത്തി ഫിൽ ജമാഅ, തഫ്സീർ ബൈളാവിയിൽ പറയുന്നത് അവർ ജമാഅത്തായി നമസ്കരിക്കുവാൻ കൽപ്പിക്കപ്പെട്ടു എന്നാണ് ആ തഫ്സീറിൽ പറയുന്നത്. ഹദീസുകളിൽ എന്താ പറയുന്നത്? ഹദീസുകൾ പരിശോധിച്ചാൽ സ്ത്രീകൾ 5 നേരത്തെ ഫർള് നമസ്കാരങ്ങൾ പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കുന്നതും ജുമഅയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാമർശങ്ങൾ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദസ്തഅദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദി ഫഅദുനു ലഹുന്ന. ചിലപ്പോൾ ചില കുത്തുബ ചില ആളുകൾ പറയുമ്പോൾ ഇന്നത്തെ കുത്തുബ വലിയ രസമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ കുത്തുബ പറയുമ്പോൾ ചില ആളുകൾക്ക് ഈ വിഷയത്തിലുള്ള പ്രൂഫാണ് വേണ്ടത്. ഈ കുത്തുബയിലുള്ള എന്താ പറയാ, ആ ഒരു ആരവവും ഈ ആവേശവും എന്നതിന്റെ അപ്പുറത്ത് ചില വിഷയങ്ങൾ പ്രമാണാണ് ആളുകൾക്ക് ആവശ്യം. ഇത് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് നമ്മൾ തെളിവി മിമ്പറിൽ നിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ രസം ഉണ്ടാവില്ല, പക്ഷെ ആളുകൾക്ക് ഇതിലുള്ള ഹദീസുകൾ ആവശ്യമുണ്ട്. ഇതെവിടെയെങ്കിലൊക്കെ പോയിട്ട് തട്ടുകയും വേണം, എങ്കിൽ അവരത് പഠിക്കുകയുള്ളൂ. അപ്പൊ അവിടെ പറയുകയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ അവർക്ക് അനുവാദം നൽകുവിൻ. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിലാണ് പറയുന്നത്. അൻ ഇബ്നു ഉമർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തഅദനകും നിസാഉകും ഇലൽ മസ്ജിദി ഫഅദുനു ലഹുന്ന.
ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ അവർക്ക് അനുവാദം നൽകുവിൻ. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിലാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ പള്ളിയിലേക്ക് രാത്രി പോകുന്നതിനാണ് അനുവാദം ചോദിച്ചതെങ്കിൽ പോലും അനുമതി നൽകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഉമർ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദ്നൂ ലിന്നിസാഇ ബില്ലൈലി ഇലൽ മസാജിദ്. ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്ത്രീകൾക്ക് പള്ളിയിൽ പോവാൻ രാത്രി പോലും അനുവാദം നൽകുവിൻ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. ചൂടുള്ള ഹദീസാണ്, കൺഫ്യൂഷനുള്ള ഹദീസുകളല്ല. ഇനിയോ ഏതെങ്കിലും ഒരു സ്ത്രീ ഇസ്ലാമിക മര്യാദകൾ പാലിച്ച് ജുമാഅക്കോ ജമാഅത്തിനോ അനുവാദം ചോദിച്ചാൽ അവളെ തടയാനും പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലാ തംനഉ നിസാഅകും അൽ മസാജിദ ഇദാ ഇസ്തഅദനകും ഇലൈഹാ. ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിൽ പോവാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയരുത്. ഈ ഹദീസിന് ഇമാം നബവി റഹിമഹുല്ലാഹ് നൽകിയ അധ്യായം ഖുറൂജുൻ നിസാഇ ഇലൽ മസാജിദ്, സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടൽ എന്നാണ്. ആ അധ്യായത്തിന് വരെ പേര് നൽകിയത് അങ്ങനെയാണ്. എന്നിട്ട് ശേഷം നിബന്ധനകൾ പാലിച്ച് സ്ത്രീകൾക്ക് പള്ളിയിൽ പോവാമെന്ന് അദ്ദേഹം ശറഹിൽ വിശദീകരിക്കുകയും ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മകൻ ബിലാലും തമ്മിലുള്ള സംസാരത്തിൽ വരുന്ന ഒരു സംഭവമുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാനുള്ള അവരുടെ അവകാശം അവർ ചോദിച്ചാൽ അവരെ നിങ്ങൾ തടയരുത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ബിലാൽ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ഞങ്ങൾ അവരെ തടയുക തന്നെ ചെയ്യും. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവെന്ന് പറയുന്നു, അപ്പോൾ നീ അവരെ തടയുമെന്ന് പറയുകയാണോ? അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ മോനോട് ചോദിക്കുക, നീ അത് തടയുമെന്നാണോ പറയുന്നത് എന്ന് അബ്ദുല്ലാഹി ഉമർ ചോദിച്ചു എന്നാണ്, ഇബ്നു ഉമർ ചോദിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബ വനിതകൾ പള്ളിയിൽ നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നി ലഅദ്ഖുലു ഫി സ്വലാത്തി ഫഉരീദു ഇതാലതഹാ ഫഅസ്മഉ ബുകാഅ അസ്സബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, നമസ്കാരം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ നമസ്കാരത്തിൽ പ്രവേശിക്കും, അപ്പോൾ കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കും. എന്നിട്ടോ ഫഅതജവ്വസു മിമ്മാ അഅലമു മിൻ ശിദ്ദതി വജ്ഹി ഉമ്മിഹി മിൻ ബുകാഇഹി. കുട്ടി കരയുമ്പോൾ മാതാവിനുണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കിയതിനാൽ ഞാൻ നമസ്കാരം ചുരുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടി കരയുന്നത് കേട്ടാൽ നിസ്കാരം ഞങ്ങൾ ചുരുക്കുമായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ. അതുപോലെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിവേദനം സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ നിന്നും സലാം ചൊല്ലിയാൽ തന്റെ സ്ഥാനത്ത് തന്നെ അല്പസമയം ഇരിക്കാറുണ്ട്. ഇബ്നു ശിഹാബ് പറയുന്നു, സ്ത്രീകൾ എഴുന്നേറ്റ് പോകാൻ വേണ്ടിയായിരുന്നു അതെന്ന് ഞങ്ങൾ ദർശിക്കുന്നു. ഞങ്ങൾ വിചാരിക്കുന്നു, എന്താ റസൂലുള്ളാഹിന്റെ കാലത്ത് ഈ സൗകര്യം പോലും ഇല്ല. ആണുങ്ങൾ മുന്നിൽ നിൽക്കും, പിന്നീട് കുട്ടികൾ, അതിന്റെ പിന്നിൽ സ്ത്രീകൾ, അങ്ങനെയായിരുന്നു നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ റസൂൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ റസൂൽ എന്ത് ചെയ്യില്ല, അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കും, തിരിഞ്ഞിരിക്കൂല. എന്തുകൊണ്ട്? സ്ത്രീകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ എന്ന് കരുതിയിട്ടാണ് റസൂൽ അതങ്ങനെ ചെയ്തത് എന്ന് ഞങ്ങൾ നിരീക്ഷിക്കുന്നു. ഉമ്മു സലമയിൽ നിന്ന് നിവേദനം സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയാൽ സ്ത്രീകൾ പിരിഞ്ഞുപോയി അവരുടെ വീടുകളിൽ പ്രവേശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരമിക്കുന്നതിന്റെ മുമ്പായി, പ്രവാചകൻ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പായി സ്ത്രീകൾ എന്ത് ചെയ്യും, അവിടുന്ന് എഴുന്നേറ്റ് പോകുമെന്ന് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ. ഇനി സുബ്ഹിലും ഇശായിലും ജമാഅത്തിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വനിതകൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ നബിയുടെ കൂടെ അവരുടെ പട്ടുപുതപ്പ് മൂടിപ്പുതച്ച് കൊണ്ട് സുബഹി നമസ്കാരത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ വീടുകളിലേക്ക് പിരിഞ്ഞു. ഞാനിങ്ങനെ എണ്ണി പറയുന്നതിനറിയോ, എത്ര ഹദീസായല്ലേ എന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര ഹദീസാണ് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയാണ്, ഈ ഹദീസിൽ സുബഹി നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കൽ സുന്നത്താണെന്നും രാത്രികളിൽ നമസ്കാരത്തിന് വേണ്ടി സ്ത്രീകൾക്ക് പള്ളിയിൽ പുറപ്പെടാമെന്നുമുണ്ട്. അപ്രകാരം പകലിനേക്കാൾ രാത്രിയാണ് കൂടുതൽ സംശയത്തിന് സാധ്യതയുള്ളത് എന്നിരിക്കെ പകലിലും നമസ്കാരങ്ങൾക്കായി പള്ളിയിൽ പോകാമെന്ന് മനസ്സിലാക്കുന്നു ഫതഹുൽ ബാരിയിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇനിയോ സുന്നത്ത് നമസ്കാരങ്ങളും സ്ത്രീകളും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ അവരെ രണ്ട് തൂണുകൾക്കിടയിൽ ഒരു കയറ് ബന്ധിപ്പിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ഈ കയറ്, എന്താ ഇത്? അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, ഇത് സൈനബ് റളിയല്ലാഹു അൻഹുവിന്റെ കയറാണ്. ആരാ സൈനബ്? പ്രവാചക പത്നി. രാത്രി നമസ്കാരത്തിൽ ക്ഷീണം ബാധിക്കുമ്പോൾ ഈ കയറിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ കെട്ടിയതാന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, അങ്ങനെ ആവശ്യമില്ല, അത് അയച്ചു കളയുവിൻ. നിങ്ങളിൽ ഓരോരുത്തരും അവരുടെ ഉന്മേഷാവസരത്തിൽ നമസ്കരിച്ചോളി, ക്ഷീണം ബാധിച്ച് നിങ്ങൾ അവിടെ ഇരുന്നോളി, അല്ലാണ്ട് ഇങ്ങനെ കയറ് കെട്ടിയിട്ട് കഷ്ടപ്പെടുന്നു വേണ്ട എന്നതുപോലും ബുഖാരി ഉദ്ധരിക്കുന്ന മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കും. നിങ്ങൾ നോക്കിയാൽ ഞാൻ ഈ ഹദീസൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ പള്ളിയിലാണുള്ളത് അല്ലേ? റസൂലുള്ളാഹിന്റെ പള്ളിയിലാണ് നമ്മൾ. ആരാ ഇതുള്ളത്?
പ്രവാചകനാണ് പ്രിയപ്പെട്ടവരെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരക്ഷരം ഊരിയാടാൻ അള്ളാഹുവിന്റെ വഹി ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ നടപ്പിലാക്കാത്ത പ്രവാചകന്റെ മുന്നിൽ നടന്ന സംഭവങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെയും. ഈ ഹദീസിൽ സ്ത്രീകൾ സുന്നത്ത് നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ച് നമസ്കരിക്കൽ അനുവദനീയമാണെന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ സൈനബ് സുന്നത്ത് നമസ്കരിച്ചിരുന്നത് പള്ളിയിൽ നിന്നായിരുന്നു. അത്ര വരെയുണ്ട്. ഇനി സ്ത്രീകളും ഇഅ്തികാഫും പള്ളിയിൽ മാത്രം നടക്കേണ്ട ഒന്നാണല്ലോ ഇഅ്തികാഫ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പള്ളിയിൽ ഇരുന്നിരുന്നു ഇഅ്തികാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ പള്ളിയിൽ നമസ്കരിക്കുകയും ഇഅ്തികാഫ് ഇരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ പ്രവാചകന്റെ പള്ളിയുടെ അടുത്തായിരുന്നു ആയിഷ ബീവിയുടെ വീട്, ആ വീട്ടിലാണ് ഇരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കും. ഇവിടെ ഭാര്യമാർ എന്ന് കൊടുത്തത് പ്രത്യേകം നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇനിയോ ആയിഷ റളിയല്ലാഹു അൻഹുമാ സൗജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതഫികുൽ ആശറൽ അവാഖിർ മിൻ റമളാൻ ഹത്താ തവഫാഹുല്ലാഹ് ثم اعتكف ازواجه من بعده. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതുവരെ റമളാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം അവിടുത്തെ പത്നിമാരും ഇഅ്തികാഫ് ഇരുന്നുകൊണ്ടിരുന്നു. ബുഖാരിയാണ് ഉദ്ധരിക്കുന്നത്. ജമാഅത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ സഫിന്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പുരുഷന്മാരുടെ സഫിൽ ഉത്തമമായത് ആദ്യത്തതും മോശമായത് അവസാനത്തതുമാണ്. പുരുഷന്മാരുടെ സഫിൽ എന്ന് പറഞ്ഞാൽ മുമ്പിൽ സഫ് വെച്ചിരിക്കെ അലസന്മാരായി ഓരൊക്കെ മുന്നിലിരുന്നോട്ടെ, ഞാൻ പിന്നിലിരിക്കാൻ പറ്റൂല. ആണുങ്ങൾക്ക് ഏറ്റവും മുന്നോട്ടെത്തിയാൽ അത്രയും ഉത്തമമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറയാണ് മോശമായിട്ടുള്ളത് അവസാനത്തുമാണ്. സ്ത്രീകളുടെ സഫിൽ ഉത്തമം അവസാനത്തതും മോശം ആദ്യത്തതുമാണ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ കാണാവുന്ന അന്ന് ഇങ്ങനെ കുട്ടികളുടെ പിന്നിലാണല്ലോ, അത് ഏറ്റവും പിന്നിലേക്ക് നിൽക്കുന്നതാണ് അവർക്ക് എന്ത് ഏറ്റവും ഉചിതം, ഏറ്റവും നല്ലത് എന്ന് റസൂലുള്ള. അങ്ങനെ ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ സ്ത്രീകൾക്ക് പള്ളിയിൽ തടയേണ്ടതില്ല എന്ന് തന്നെയാണ്. ഇനി ഹിജാബിന്റെ ആയത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ചിലർ എന്ത് ചെയ്യുന്നുണ്ട് വിശദീകരിക്കാണ്ട്. ഹിജാബിന്റെ ആയത്തും പള്ളിയും നിങ്ങൾ നോക്കിക്കൊള്ളി. ഹിജാബിന്റെ ആയത്ത് അവതരിച്ചത് ഹിജ്റ 300-നാണെന്നും ഇത് ഹിജ്റ 3-നാണെന്നും 5-നാണെന്നും എന്തുണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഹിജാബിന്റെ ആയത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും സഹാബ വനിതകളും ജുമുഅ ജമാഅത്തുകൾ പള്ളിയിൽ പോയിട്ടുണ്ട്. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയ ശേഷം അവരാരും പള്ളിയിലേക്ക് പോയിട്ടില്ലെന്നുള്ള പ്രചാരണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. അന്നഹുന്ന കുന്ന യഹ്ജുജ്ന വയത്ഫുന വയഖ്റുജ്ന ഇലൽ മസാജിദി ഫി ആഹിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വബഅദിഹി. തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ ഹജ്ജ് ചെയ്തിരുന്നു, തവാഫ് ചെയ്തിരുന്നു, അവർ പള്ളിയിലേക്ക് പുറപ്പെട്ടു പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും നബിയുടെ കാലശേഷവും അതുണ്ടായിട്ടുണ്ട് എന്ന് ഫത്ഹുൽ ബാരിയിൽ. ഞാനിത് പറയാൻ കാരണം എന്തറിയോ, നമ്മുടെ നാട്ടിൽ ഇത് പഠിപ്പിച്ചത് കാരണത്താൽ എത്ര ആളുകൾക്ക് നമസ്കാരം നഷ്ടപ്പെടാറുണ്ട്. ആത്മാർത്ഥമായിട്ട് പറയണം, പുരുഷന്മാർ മിക്കവാറും ആളുകൾ പല ഇബാദത്തുകളിലും അവർ പരാജയപ്പെട്ടാലും യാത്രക്കിടയിലൊക്കെ എവിടെങ്കിലൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യും, നിസ്കരിക്കും. ആ സമയത്ത് സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിപ്പിക്കരുത് എന്ന് വിചാരിക്കുന്ന ആളുകളെ കാര്യമാണ് ഞാൻ പറയുന്നത്. എത്ര ഉമ്മമാരും പെങ്ങന്മാരും കാറിലിരിക്കാറുണ്ട്. നിങ്ങൾ ചായ കുടിച്ചോളി, ഞങ്ങൾ നിസ്കരിക്കാന്നാ പറയാ അല്ലേ? ആരാണ് അതിന് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്? ന്യായത്തിന് നമ്മൾ പറയും അത് വീട്ടിൽ പോയിട്ട് ഒരു കളാ വീട്ടിയിട്ടുണ്ട്, വീട്ടിൽ പോയിട്ട് അവർ ജമ്മാക്കിയിട്ടുണ്ട് എന്നൊക്കെ. എന്നാലും നിങ്ങൾ നോക്ക്, എത്ര നിസ്കാരങ്ങൾക്ക് അങ്ങനെ കളാ വീട്ടാൻ അല്ലെങ്കിൽ നമസ്കാരം നഷ്ടപ്പെടുത്താത്ത വിധം വീട്ടിലെത്താൻ സാധിക്കും? എത്ര യാത്രകൾ നിങ്ങൾ ആലോചിക്കും പ്രിയപ്പെട്ടവരെ, എത്ര യാത്രകൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും? ഇനിയോ പരിശുദ്ധ ഹറമിന്റെ കഥ, നമ്മളൊക്കെ 2, 3, 4 മാസം കൂടുമ്പോൾ പോകുന്നതാണ്. നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട സ്ത്രീകൾ അവരുടെ ഒരു പവന്റെ വളയോ അല്ലെങ്കിൽ കാതിലയോ കമ്മലോ അല്ലെങ്കിൽ മകൻ അധ്വാനിച്ചു വന്നതിന്റെ ആദ്യത്തെ ശമ്പളം എന്റെ ഉമ്മ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉമ്രക്ക് പറഞ്ഞയക്കുന്ന അങ്ങനെയൊക്കെ ഓരോരുത്തരും അങ്ങനെയാണല്ലോ വരുന്നത്. ഓരോരുത്തരുടെയും യാത്രക്ക് പിന്നിൽ ഒരു അധ്വാനമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എക്സസ് വരുന്ന പണം എടുത്തിട്ടൊന്നല്ല മിക്കവാറും ആളുകൾ ഉമ്രക്ക് വരാറുള്ളത്. കഷ്ടപ്പെട്ടും എന്താ പറയാ സംഘടിപ്പിച്ചും കുറ്റിയിലിട്ടും അല്ലേ? എങ്ങനെയാ അവർ വരുന്നത്? എന്തിനാ അവർ വരുന്നത് പ്രിയപ്പെട്ടവരെ? അള്ളാന്റെ മുന്നിൽ വരാൻ. എന്നിട്ട് എന്താ നടക്കുന്നത് അവിടെ? ഒന്നല്ലാത്ത നിസ്കാരമില്ലാത്ത സമയത്ത് കൊണ്ടുപോയിട്ട് ഉംറ ചെയ്യും, റൂമിൽ കുത്തിരിപ്പിക്കും. അള്ളാഹുവാണ് സത്യം, ഞാൻ ഈ മിമ്പറിൽ നിന്നാ പറയുന്നത്. എന്നിട്ട് മൈത്രയിലും ബേബിയിലും ഒക്കെ അഡ്മിറ്റ് ചെയ്ത സ്ത്രീകളെ പോലെ 5 കട്ടിലുള്ള റൂമിൽ 5 സ്ത്രീകൾ ഇങ്ങനെ കട്ടിൽ കാലും നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. ആയിക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ഇറങ്ങണം. എവിടേക്കാണ്? നിസ്കാരം ഒന്നും ഇല്ലാത്ത സമയത്ത് ഉസ്താദ് വന്നിട്ട് പറയും ഇനി എല്ലാവരും ഇറങ്ങിക്കോളി, ഹറമിൽ പോവാണെന്ന് അറിയും. അപ്പത്തേക്ക് എല്ലാവരും റെഡി. ഇത് ശരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് എന്താ പറയാ ചായ കുടിക്കാനൊക്കെ പുറത്തിറങ്ങുന്നവരെ അവർ പുറത്തിറങ്ങും. എന്നിട്ട് അവർ നിസ്കാരിൽ നമ്മളൊക്കെ ജമാഅത്തിന് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവരിങ്ങോട്ട് പോകുന്ന കാണാം. ഞങ്ങൾ ബാങ്ക് വിളി കേട്ട് റൂമിൽ നിന്ന് ഹറമിലേക്ക് പോകുമ്പോൾ അവരവിടുന്ന് തിരിച്ചുകൊണ്ട് വരുന്ന കാണാം. ഒരു കാരണവശാലും ആ ജമാഅത്തിൽ തട്ടിപ്പോകുന്നത് ഭയക്കുന്നവർ ഈ പാവപ്പെട്ട സ്ത്രീകളെ. എന്നിട്ട് ഞങ്ങൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴേക്കും അവരോട് പറഞ്ഞു കൊടുക്കും 1 ലക്ഷം കൂലിയാണ്.
1,00,000 കൂലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ 7 തവണ ജനിച്ച് മരിക്കുന്ന വയസ്സുണ്ടല്ലോ, അത്രയും കാലങ്ങൾ നിസ്കരിച്ച കൂലി ഒരൊറ്റ ജമാഅത്തിന്. അങ്ങനെ ഉണ്ടല്ലേ? നമ്മളിന്ന് ഉസ്താദ് കാണണ്ട്, എത്ര ആളുകൾ വരാറുണ്ട് നമ്മൾ പറഞ്ഞിട്ട്, എത്ര ആളുകൾ വള്ളിയിൽ പോകാറുണ്ട്. ചിലർ വരും ധൈര്യമുള്ള ആളുകൾ, ചിലരെ ഇവർ പിടിച്ച് പാക്ക് ചെയ്ത് കളയും, കെട്ടിക്കളയും. നിങ്ങൾ ഉമ്മമാരോട് ചോദിക്കും, നിങ്ങൾ എത്ര തവണ ഹറമിൽ പോയിട്ട് നമസ്കരിച്ചിട്ടുണ്ട് എന്ന്. മിക്കവാറും ആളുകളും ഈ ജമാഅത്തുകളിൽ പോകാറില്ല. പലതുമാണ് കാരണം. എന്താ? അവിടെ നമസ്കാരത്തിൽ എങ്ങനെയാണ് നമസ്കാരം, സ്ത്രീകളുടെ ഹിജാബുകൾ, സ്ത്രീകൾ നിൽക്കുന്നത് എവിടെയാണ്, അവിടെ നമസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഓതിയതുപോലെ ഫാത്തിഹയിൽ ബിസ്മി ചെറുതാക്കിയിട്ടാണ്, കേൾക്കാത്ത വിധത്തിലാണ് ഓതിയത്. അവർ നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥനകൾ ഒരാളി പ്രാർത്ഥിച്ച് എല്ലാവരും ആമീൻ പറയുന്ന സിസ്റ്റം ഇല്ല. എന്നാൽ ഖുത്ബയിൽ എന്തുണ്ട്? ഒരാൾ പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും ആമീൻ പറയുന്ന സിസ്റ്റമുണ്ട്. ഖുനൂത്തിൽ ഒരാൾ പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും ആമീൻ പറയുന്ന സിസ്റ്റമുണ്ട്. ഖുനൂത്ത് എന്നത് സുബഹി നമസ്കാരത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. എന്തെങ്കിലും അദാബുകൾ വരുമ്പം ഏത് ജമാഅത്തിലേക്കും പാടുള്ളതാണത്. അത് തറാവിഹിന് പറ്റും, മറ്റുള്ള ഭക്തികളിൽ പറ്റും. നമ്മളെ നാട്ടിലത്തെ പോലെ അതിനൊന്നും പറ്റില്ല. യാസീൻ പഠിച്ചതുപോലെ, യാസീൻ എന്തിനാണ്? നമസ്കാരത്തിൽ ഓതാറില്ല ഒരാളും. യാസീൻ അവർ പഠിച്ചത് നമസ്കാരത്തിൽ ഓതാൻ വേണ്ടിയിട്ടല്ല എന്നതുപോലെ ഖുനൂത്ത് അവർ പഠിച്ചത് സുബഹിക്ക് മാത്രം ഓതാനായി പോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവിടെ അങ്ങനെയല്ല. ഇതൊക്കെ ആര് മനസ്സിലാക്കും? ഈ പള്ളിയിൽ വരുന്ന ഉമ്മമാര് മനസ്സിലാക്കും. ഈ പള്ളിയിൽ നിങ്ങൾ പറയാ, ഹറമില് എന്താ പറയാ, ഫിത്ന ഭയന്നിട്ട് ഇവിടുന്ന് കഷ്ടപ്പെട്ട് 5.5 മണിക്കൂർ ആകാശത്തോടെ ശ്വാസം മുട്ടി പേടിച്ച് വയസ്സായി ആളുകൾ പിടിച്ച് കൈപിടിച്ച് കൊണ്ടുപോയ ഉമ്മാമക്ക് അവിടെ എത്തിയ ഫിത്ന വരും അത്രേ. നമ്മളെ നാട്ടിലോ നേർച്ചക്ക് പോയാൽ ഫിത്ന ഇല്ല, കല്യാണത്തിന് പോയാൽ ഫിത്ന ഇല്ല, പ്രകടനങ്ങളിൽ ഡാൻസ് കളിച്ചവരെ ഫിത്ന ഇല്ല. ആണും പെണ്ണും ഇടകലർന്ന് മോരും മുതിരയായ ഫിത്ന ഇല്ല. പള്ളിയിൽ പെണ്ണുങ്ങൾ മാത്രമുള്ള സൊഫിൽ പോയ ഫിത്ന ഉണ്ട്. എന്നിട്ടോ വാദത്തിന് യാത്രക്കാരായ സ്ത്രീകൾ എന്ന് പറഞ്ഞു വെച്ച ആ റൂമിന്റെ അവസ്ഥ എന്താ നിങ്ങൾ? ഉസ്താദുമാരുടെ ഡ്രസ്സ് അലക്കി ആറിയിട്ടത് നീക്കിയിട്ട് വേണം അവർ കൈകെട്ടാൻ. അവിടത്തെ 8 കാലിനെയും കൂറനെയും പിടിച്ചിട്ട് വേണം അവർ കൈകെട്ടാൻ. അള്ളാഹുവിന്റെ ഭവനത്തിൽ സുജൂദ് ചെയ്യുന്ന സഹോദരിമാർക്ക് ഒരു നല്ല സൗകര്യം പോലും ഇവർ കൊടുക്കാത്തത് എന്താണെന്നറിയോ? അത്രേ അവർ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതൊരു അപകടം തന്നെയാണ്. ഞാനിത് പറയുന്നതിൽ നിങ്ങൾക്ക് ഒന്നും തോന്നരുത്. അള്ളാഹുവിന്റെ ദാസിമാരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊക്കെ അവിടെ നഷ്ടപ്പെടുന്നത്. ഒരു വീട്ടിലെ ആവശ്യം, അവിടുത്തെ കുടുംബനാഥൻ ഇല്ലാന്ന് വിചാരിച്ചു. ഒരു ഉമ്മക്ക് ഭർത്താവ് മരിച്ചു, ബാപ്പ മരിച്ചു, മക്കൾ പെൺകുട്ടികളാണെന്ന് വിചാരിച്ചോളൂ. ഇവർക്ക് പള്ളി വേണ്ടേ? ആ കുടുംബത്തിൽ ആർക്കും പള്ളിയിൽ പോകണ്ടേ? പറയണം നമ്മളെല്ലാരും, ചോദിക്കണം നമ്മളെല്ലാരും. ഈ കുടുംബിനികൾക്ക് അള്ളാഹുവിന്റെ മുന്നിൽ പോകണ്ടേ? സുജൂദ് ചെയ്യണ്ടേ? അവർക്ക് ഇഅ്തികാഫ് വേണ്ടേ? അവർക്ക് പള്ളിയിൽ നിന്ന് പാരായണം ചെയ്യണ്ടേ? അവരുടെ കാര്യങ്ങൾ വീട്ടിന്റെ അകത്ത് നിന്ന് മാത്രം പറഞ്ഞാൽ മാത്രം മതിയുമോ? അപ്പൊ പറയും പള്ളിയിൽ പോകുന്ന അതേ കൂലി അവർക്കുണ്ട്. എന്ന് പിന്നെ പള്ളിയിൽ ഇതിന് തടയുന്നതിലൂടെ എന്താണ് അവർക്ക് കിട്ടുന്നത്? നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എത്ര ആയത്തും ഹദീസും അറിയാം. എന്നാൽ സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം, സംശയമില്ല. വീടാണ് ഉത്തമം എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലായിടത്തും അത് നടപ്പിലാക്കണമല്ലോ. അങ്ങാടികളിലൂടെ പ്രകടനങ്ങളിലൂടെ ഒരു സ്ത്രീ നടക്കുന്നതിനേക്കാളും ഉത്തമം വീടാണ്. എത്ര ഉസ്താദുമാര് പറഞ്ഞിട്ടുണ്ട്? ആരും പറയില്ല. നേർച്ചക്കും പൂരത്തിനും ഉറൂസിനും മക്കാമിലും പോകുന്നതിനേക്കാളും അവൾക്ക് ഉത്തമം വീടാണ്. എവിടെങ്കിലും നിങ്ങൾ കേട്ടോ? എങ്കിലേ മക്കാമിന്റെ അടുത്തൊരു ബോർഡ് വെച്ചൂടെ? ഇവിടെ പുകവലിയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കലും നിരോധിച്ചിരിക്കുന്നു എന്നാണ് ബോർഡ് കാണാം ഏത് മക്കാമിന്റെ ഫ്രണ്ടിലും. കാരണം എന്താ? അവിടെ അത് ഉണ്ട് എന്നല്ല ഇവന്ന് മനസ്സിലാകുക അല്ലേ? ഇവിടെ തുപ്പരുത് നമ്മൾ ബോർഡ് കാണപ്പോയാ അവിടെ ആളുകൾ തുപ്പുന്നതുകൊണ്ടല്ലേ. തുപ്പാത്തൊരു സ്ഥലത്ത് ഇവിടെ തുപ്പരുതെന്ന് ആരെങ്കിലും എതിരുണ്ടോ? ആരെങ്കിലും തുപ്പിയാലാണ് നമ്മളെ ബോർഡ് വെക്കുക അല്ലേ? എന്നതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ മക്കാമിലേക്ക് വരരുത്, സ്ത്രീ പുരുഷ സമ്പർക്ക സാധ്യതയുണ്ട്, ഫിത്നക്ക് സാധ്യതയുണ്ട്, അതുകൾ മക്കാമിലേക്ക് സ്ത്രീകൾ വരരുത്. ഖബർ സിയാറത്ത് അല്ലാഹുവിന്റെ റസൂല് സ്ത്രീകൾക്ക് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ വരുന്നത് എന്നൊരു ബോർഡുണ്ട് അവിടെ വരാത്ത്? വരൂല. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് ഒരുപാട് വിഷയങ്ങളുണ്ട്. സ്ത്രീ മയ്യത്തുകൾ, ജനാസകൾ വീട്ടിൽ നിന്ന് നമസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ആലോചിക്കുക, എന്റെ വാപ്പ എന്റെ ഉമ്മയും മരിച്ചാൽ എന്റെ ജീവിതത്തിൽ ഞാൻ നമസ്കരിച്ച ജനാസ നമസ്കാരങ്ങളിൽ കരട് പൊട്ടിയും ചങ്ക് പൊട്ടിയും ഒരു ജനാസ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ ഇമാമ് നിന്നപ്പോൾ നമസ്കരിച്ചത് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്കൊക്കെയും അത് ഉറപ്പായിരിക്കും. നിങ്ങളുടെ ഏത് ജ്ഞാനം കുറവുള്ള, അറിവ് കുറവുള്ള മകനാണെങ്കിൽ പോലും വാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് കൈകെട്ടിയിട്ട് ആ മകൻ പറയുന്ന അത്ര ഒരു സെറ്റപ്പും ഗഡ്സും ആത്മാർത്ഥതയും ആര് നിന്നാലും ഉണ്ടാവുക പ്രിയപ്പെട്ടവരെ. പല ഉമ്മമാർക്കും ചില വീടുകളിൽ ആണുങ്ങൾക്ക് നിസ്കരിക്കുക പള്ളിയിൽ കൊണ്ടുപോയിട്ട്, പെണ്ണുങ്ങളെ സമ്മതിക്കുന്നില്ല. അപ്പൊ ഒരു ഉമ്മാക്ക് 3 പെൺകുട്ടികൾ മാത്രമാണ് വിചാരിച്ചു, മക്കളെ നിസ്കാരം കിട്ടുമോ ഈ ഉമ്മാക്ക് ജനാസയിൽ?
ഇവിടെയാണ് നമ്മളൊക്കെ ഒന്ന് തിരിച്ചറിയേണ്ടത്. ആരെ ആക്ഷേപിക്കേണ്ട, എല്ലാവരും നമ്മുടെ സ്വന്തക്കാരാണ്, എല്ലാവരും നമ്മുടെ പാർട്ടിക്കാരാണ്, എല്ലാവരും നമ്മുടെ കുടുംബക്കാരാണ്, സ്നേഹിതന്മാരാണ്. അവരെ ചേർത്ത് പിടിച്ച് ചിരിച്ചുകൊണ്ട് ചോദിക്കുക, എന്തിനാ അത് തടയുന്നത്? എല്ലായിടത്തും ഇല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല തരുണത്തിൽ ചിന്തിക്കുവാനും പഠിക്കുവാനും തിരുത്തുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ചര്യകൾ ജീവിതത്തിൽ കൊണ്ടുവരുവാനും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത്തരം ഇതെന്തറിയോ, സാധാരണഗതിയിൽ ഇത് ചെറുപ്പത്തിലെ നമ്മൾ കേൾക്കുമ്പോൾ രണ്ട് സംസ്കാരമായിട്ട് അല്ലെങ്കിൽ രണ്ട് സംഘടനയുടെ ആശയമായിട്ട് മാത്രമേ നമ്മളിത് പഠിക്കുന്നുള്ളൂ. ദീനിൽ അതിന്റെ സാധ്യതകൾ എത്രയെന്നും അതെവിടെയാണ് അതിനെ സൂക്ഷിക്കുന്നത് എന്നും പറയാൻ നമുക്ക് സാധിക്കണം. പൊതുവെ നമുക്കറിയാം, ഹറമുകളിലൊക്കെ എല്ലാറ്റിനും ചിട്ടകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമസ്കാര സമയത്തൊക്കെ അവരെന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് മാറ്റുന്നു. മതാഫിൽ നിന്നും തവാഫ് ചെയ്യുന്ന ആളുകളിൽ നിന്നൊക്കെ സ്ത്രീകളെ എന്താ പറയാ, അതിൻ്റെതായ ഏരിയകളിലേക്ക് കൊണ്ടുപോകാൻ, അവരെ തവാഫുകൾ സ്റ്റോപ്പ് ചെയ്യിച്ച് സ്ത്രീകളുടെ ഭാഗത്തേക്ക് മുസല്ലൻ നിസായിലേക്ക് കൊണ്ടുപോകാനൊക്കെ അവിടെ വല്ലാതെ അതിനുവേണ്ടി ഡ്യൂട്ടി നിർവഹിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പ്രിയപ്പെട്ടവർ, ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവിടെയൊക്കെയും അതിനൊക്കെ സിസ്റ്റം ഉണ്ട്. അവിടെയൊന്നും എന്തില്ല എന്നറിയോ, ഇത്തരത്തിലുള്ള ഫിത്നകളില്ല. ഇനി ആരെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ ഏതെങ്കിലും നാട്ടുകാരായ ആളുകൾ അവിടെ വന്ന് എന്തെങ്കിലും ഈ പറഞ്ഞ പോലുള്ള തീരെ അച്ചടക്കക്കുറവുകൾ കാണിച്ചാൽ നിങ്ങൾക്ക് വീട് തന്നെയാണ് ഉത്തമമെന്ന് അവിടുത്തെ ഖത്തീബ് എണീറ്റ് പറയുകയും ചെയ്യും. പറയാറുണ്ട്. അപ്പൊ ആ ക്ലിപ്പ് മാത്രം എടുത്തിട്ട് കണ്ടില്ലേ, ഹറമിൽ വരെ ഹറമിലൊരു നിയമം ഖത്തീബ് പറഞ്ഞാൽ നടപ്പിലാക്കാൻ സംവിധാനമില്ല നമ്മൾ വിചാരിക്കേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ, ഹറമിൽ ഇഹ്റാമിൽ മുഅത്തമിരീങ്ങളും മുഹരിമീങ്ങളുമായ ആളുകൾക്ക് മതാഫിൽ പുരുഷന്മാരിൽ പ്രവേശനമുള്ളൂ എന്ന് നിയമം വന്നു. എന്താ സ്ഥിതി? ഏതെങ്കിലും ഒരാൾക്ക് മറ്റു ഡ്രസ്സുകൾ ഇട്ടിട്ട് മതാഫിൽ കയറാൻ കഴിയുന്നുണ്ടോ? കഴിയില്ല. അതിനുള്ള സംവിധാനം ഉണ്ട് അവിടെ. ഇതേപോലെ തന്നെ ഈ ഫിത്നയാണെങ്കിൽ ഇങ്ങനെ ഫിത്നയാകരുത്, അച്ചടക്കം വേണം, നിങ്ങൾ ഒതുങ്ങണം, നിങ്ങൾ അടങ്ങണം, നിങ്ങൾ സൂക്ഷിക്കണം, ഇസ്ലാമിക മര്യാദകളിൽ വേഷം ധരിക്കണം എന്നൊക്കെ അവിടെ ഖത്തീബ് പറയാറുണ്ട്. എന്നിട്ട് ആ ഖത്തീബ് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഉസ്താദ് വരെ നടപ്പിലാക്കലുണ്ടോ? നമ്മൾ നടപ്പിലാക്കലുണ്ടോ? നടപ്പിലാക്കലില്ല. പിന്നെ അത് മാത്രം എടുത്ത് കൊണ്ടുവന്നിട്ട് ഹറമിലെ ഖത്തീബ് ഇത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതൊന്നും എന്തല്ല, നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെയൊന്നും അല്ല അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയൊന്നുമല്ല അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനിയോ ഇവിടെയൊക്കെ എന്തൊക്കെ ഫിത്നകൾ, ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ ഈ മഹറം സംവിധാനങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ എത്ര ആളുകൾ പോകുന്നുണ്ട്, എത്ര ആളുകൾ. നിങ്ങൾ നോക്കി, ഓരോ സംഘത്തിലും എത്ര ആണുങ്ങളുണ്ട്, എത്ര സ്ത്രീകളുണ്ട്, പരിശോധിച്ച് നോക്ക്. അതിൽ ആരൊക്കെ അങ്ങനത്തെ ആളുകളുണ്ട് പരിശോധിച്ച് നോക്ക്. ഇവിടെ ഒന്നുമില്ലാത്ത ഫിത്ന. 5.5 മണിക്കൂർ ആകാശത്ത്, 5.5 മണിക്കൂർ തിരിച്ചിങ്ങോട്ട്, വലിയ യാത്രകൾ, 14 ദിവസത്തെ വേറിട്ടുള്ള ജീവിതം അല്ലേ? എല്ലാവരും ഒരു അമീറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംവിധാനം. ആ സംവിധാനത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. അവിടെ പോലും ഇല്ലാത്ത ഫിത്ന. നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനെ സൂക്ഷിക്കുന്ന ആളുകൾ അതൊക്കെ നടപ്പിലാക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ? അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ അടിമകളിൽ ആണും പെണ്ണും, ഫീഹി റിജാലുൻ അല്ലെ, ആളുകൾ, ആണുങ്ങൾ, ജനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ, ആമനു സത്യവിശ്വാസികളെ, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് എന്നൊക്കെ പറയുമ്പോൾ, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുഖാറ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെയാണ് അള്ളാഹു ഇവിടെ വാർത്തെടുക്കുന്നത്. എല്ലാറ്റിലും ഇണകളുണ്ട്, എല്ലാവർക്കും ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. എന്തവിടെ തടയുന്നത്? നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ശരിക്കും നമ്മൾ പഠിക്കുക. ആരും കണ്ണ് ചുമ്പിയിട്ട് എന്ത് ചെയ്യേണ്ട, നടപ്പിൽ വരുത്തണ്ട. കണ്ണ് തുറന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നടപ്പിൽ വരുത്തിക്കൊള്ളി. തെറ്റാണ്, ശരിയല്ല എന്ന്. ബാക്കിയുള്ളതൊക്കെ ശരിയും പള്ളിയിൽ പോകൽ തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പള്ളിയിലേക്ക് അയക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരുണത്തിൽ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന, പഠിക്കേണ്ടത് പഠിക്കേണ്ട സമയത്ത് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ ഒരാളെയും പരിഗണിക്കാത്ത യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنك عفو تحب العفو فاعف عنا. توفنا مسلما وألحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.